തിരുവനന്തപുരം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻക്കെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങളുമായി രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വിവിധ സംഘടനകളുമായും കൂട്ടുകൂടുന്ന അവസരവാദിയായാണ് മുഖ്യമന്ത്രി മാറിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. എസ്.ഡി.പി.ഐ പോലുള്ള സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് സതീശൻ ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് മുമ്പ് എസ്.ഡി.പി.ഐ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട എസ്.എഫ്.ഐ പ്രവർത്തകൻ അഭിമന്യുയുടെ കുടുംബത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയം രാഷ്ട്രീയമായും നൈതികമായും വലിയ പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം മത-രാഷ്ട്രീയ ബന്ധങ്ങളിലെ ഇരട്ടത്താപ്പും അദ്ദേഹം ആരോപിച്ചു. മുൻപ് വെൽഫെയർ പാർട്ടിയെ വിമർശിച്ചവർ ഇപ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. എസ്.ഡി.പി.ഐയുടെ പിന്തുണ യു.ഡി.എഫ് നിരസിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സെക്യുലർ മൂല്യങ്ങൾ തെളിയിക്കുന്നതായിരിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള സംവാദത്തിനുള്ള വെല്ലുവിളിയും സതീശൻ ആവർത്തിച്ചു. സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ തെറ്റായി അവതരിപ്പിച്ചുവെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. 4000 വീടുകൾ മാത്രമാണ് പണിതത് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം രേഖകൾ വഴി തെറ്റാണെന്ന് തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. കൂടാതെ ധനകാര്യ കാര്യങ്ങളിലും സതീശൻ ചോദ്യമുയർത്തി. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിന്റെ പേരിൽ ശേഖരിച്ച തുകയും എങ്ങനെ ഉപയോഗിച്ചുവെന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച വിശദമായ കണക്കുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആകെ പറഞ്ഞാൽ ഭരണ-പ്രതിപക്ഷ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി